കാരണം നമ്മളെല്ലാം സീറ്റ് ബെൽറ്റ് ഇടാൻ പഠിക്കുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും മറന്നുപോകും. നമുക്കൊരു വണ്ടിയാണ് ഓടിക്കേണ്ടത്, അതുകൊണ്ട് നമ്മുടെ വണ്ടി കയറി എടുക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താലേ നമുക്ക് ഓടിക്കാൻ കഴിയില്ല. അപ്പൊ അത് നമുക്ക് ചെയ്യേണ്ട. അപ്പോൾ ഓടിക്കുന്നവർക്ക് നമുക്ക് സീറ്റ് ബെൽറ്റ് വേണം. ഇപ്പോൾ ഓടിക്കാൻ പോകുന്നതുകൊണ്ടാണ് സീറ്റ് ബെൽറ്റ്. അപ്പൊ അതിനെ കയറി സീറ്റ് ബെൽറ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു ഗ്യാപ്പ് ഇട്ട് വേണം എന്ത് ചെയ്യാൻ ഓടിക്കാൻ. ഇപ്പൊ ഒരു ജംഗ്ഷനിലോട്ട് എത്തി, ഈ ജംഗ്ഷനിൽ എത്തിയിട്ട് ലെഫ്റ്റ് തിരിഞ്ഞ് റൈറ്റ് ആണ് തിരിയേണ്ടത്. അപ്പോൾ നമുക്ക് റൈറ്റ് ആണ് തിരിയേണ്ടത്. നമ്മളിപ്പോ ഇങ്ങോട്ട് കയറ്റി അങ്ങോട്ട് വെക്കുക, നമുക്ക് ഫ്രണ്ട് തടസ്സമാണോ നിർത്തി വെക്കുക. ഫ്രണ്ട് തടസ്സമാണ് നിർത്തി വെച്ച് കഴിഞ്ഞാൽ മുൻപോട്ട് പോയി ഒന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് വണ്ടി കറക്റ്റായിട്ട് നമുക്ക് തിരിക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം. ആകുന്നതിനനുസരിച്ച് നമ്മൾ വീട് നിവർത്തി കൊടുക്കണം. എന്നാൽ മാത്രമേ വണ്ടി വൈഡ് അങ്ങോട്ട് പോകാതെ ഇങ്ങോട്ട് വരത്തുള്ളൂ. അങ്ങോട്ടുമായിട്ട് നമ്മുടെ സൈഡ് ചേർന്ന് തന്നെ നമുക്കൊരു വണ്ടി തിരിച്ച് നമുക്ക് ഇതുപോലെ വണ്ടി എടുക്കാനും കഴിയും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. സ്ത്രീകൾക്ക് എളുപ്പത്തിൽ എങ്ങനെ പേടി കൂടാതെ റോഡിലൂടെ വാഹനം ഓടിക്കാം എന്നതിനെ പറ്റിയാണ്. ഞാൻ ആ താളിനെ കൊണ്ട് തന്നെ ഞാൻ ഓടിപ്പിച്ച് കാണിച്ചു തരുന്നതായിരിക്കും. കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സ്ത്രീകൾ ഇത് കൃത്യമായിട്ട് കണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്തതിനെ കാണുക. നിങ്ങൾ കൃത്യമായിട്ട് റോഡിലൂടെ പോകുന്ന സമയത്ത് എന്തെല്ലാം ചെയ്യുന്നുണ്ട് അതെന്നെല്ലാം നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ആൾ തന്നെ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് തന്നെ വ്യക്തമായി മനസ്സിലായി. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്കും കയറിയെന്ന് ഓരോന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെല്ലാം ഒരു റോഡിലൂടെയാണ് വണ്ടി ഓടിക്കേണ്ടത്. കൃത്യമായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ ചെയ്താൽ കൃത്യമായിട്ട് ഒരു വണ്ടി പേടി കൂടാതെ എന്തെല്ലാം ചെയ്യാന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാൻ കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുടങ്ങേണ്ടത് നിങ്ങൾ അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടും, അങ്ങനെ ഉണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ എടുക്കുക. എന്നാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഓക്കെ, അതായത് നമ്മൾ വാഹനത്തിലേക്ക് ആദ്യം നിങ്ങൾ തിരുതി വെച്ച് പെട്ടെന്ന് വെപ്രാളം പിടിച്ചൊരു വണ്ടി എടുക്കാനല്ല നിങ്ങൾ ശ്രമിക്കേണ്ടത്. നിങ്ങൾ സമയം എടുക്കണം. ഒരു വണ്ടിയെ കയറി എടുക്കുന്നിടം വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ആ കാര്യങ്ങളെല്ലാം ചെയ്യണം. ഇപ്പൊ ആള് വണ്ടിക്കകത്തോട്ട് കയറി, ഇത് കണ്ടില്ലേ, ആദ്യമേ കയറി സീറ്റ് ബെൽറ്റ് ഇടാനല്ല ആള് നോക്കിയത്. നമ്മുടെ സീറ്റ് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാന്നുള്ളത്. കാരണം പലയിടത്തും ഇരിക്കുന്ന സീറ്റുകൾ നമ്മുടെ ഒരാളെ നിങ്ങൾ വല്ല മറ്റൊരാൾക്ക് നമ്മുടെ സീറ്റ് ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ നേരത്തെ അതിനെപ്പറ്റി വലിയ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോസ് കയറി കൃത്യമായിട്ട് മനസ്സിലാക്കും. എന്നാലും നമുക്കൊരു വാഹനത്തിൽ പേടി കൂടാതെ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചുകൊണ്ട് ഞാനൊന്ന് പറയാം. നമ്മൾ ബ്രേക്കിലും സ്റ്റിയറിംഗിലും പിടിച്ചോണ്ട് വേണം നമ്മുടെ സീറ്റ് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ചാരും അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് നമ്മുടെ സ്റ്റിയറിംഗ് പിടിച്ചോണ്ട് റൈറ്റ് ഹാൻഡും കൊണ്ട് നമ്മുടെ ചാരും അഡ്ജസ്റ്റ് ചെയ്യുക. എന്നാൽ മാത്രം കൃത്യമായിട്ട് നമ്മുടെ കൈ അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ചാരാകത്തില്ല. നമ്മുടെ കൈ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് ചാര് കൃത്യമായിട്ട് അതുള്ളൂ. അതിനുശേഷം നമ്മൾ ക്ലച്ച് ചവിട്ടിക്കൊണ്ട് ന്യൂട്രലാക്കി നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യും. എപ്പോഴും നമ്മൾ അല്ലെങ്കിൽ ക്ലച്ചും ബ്രേക്കും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കരുത്. ന്യൂട്രലാക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുന്ന ശേഷം നമ്മുടെ രണ്ട് സൈഡിലെ മിററുകൾ കൃത്യമാക്കി വെക്കുക. ആ മിറർ കൃത്യമാക്കി നമ്മുടെ വന്നാൽ മാത്രമേ ഇരിക്കുന്ന ഇരിപ്പിനനുസരിച്ച് കൃത്യമായിട്ട് വെച്ചാൽ നമുക്ക് റിവേഴ്സ് എടുക്കുന്ന സമയത്തോ ബാക്കി ശ്രദ്ധിക്കുന്ന സമയത്തോ നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിനനുസരിച്ച് തന്നെ കൊണ്ട് വെച്ചാൽ മാത്രമേ ചെയ്യുള്ളൂ കൃത്യമായിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് നോക്കി ഒരു വാഹനം ഡ്രൈവ് ചെയ്യാൻ പേടി കൂടെ എടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ രണ്ട് സൈഡിലെ മിററുകൾ ക്ലിയർ ചെയ്തു. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സീറ്റ് ബെൽറ്റ് ഇടാം. അല്ലാതെ നിങ്ങൾ ആദ്യമേ കയറി സീറ്റ് ബെൽറ്റ് ഇടരുത്. കാരണം നമ്മൾ ഈ സീറ്റ് ബെൽറ്റ് ആദ്യം കയറിയിട്ട് നമുക്ക് സീറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമുക്ക് മിറർ ക്ലിയർ ചെയ്യാനും പറ്റുകയില്ല. കാരണം നമ്മളെല്ലാം സീറ്റ് ബെൽറ്റ് ഇടാൻ പഠിക്കുന്നതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും മറന്നുപോകും. നമുക്കൊരു വണ്ടിയാണ് ഓടിക്കേണ്ടത്, അതുകൊണ്ട് നമ്മുടെ വണ്ടി കയറി എടുക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താലേ നമുക്ക് ഓടിക്കാൻ കഴിയത്തില്ല. അപ്പൊ അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഓടിക്കുന്നവർക്ക് നമുക്ക് സീറ്റ് ബെൽറ്റ് വേണം. ഇപ്പൊ ഓടിക്കാൻ പോകുന്നതുകൊണ്ടാണ് സീറ്റ് ബെൽറ്റ് ഇട്ടത്. അപ്പൊ ആദ്യമേ കയറി സീറ്റ് ബെൽറ്റ് ഇടുന്നതാണ് ഞാൻ പറഞ്ഞത്. സീറ്റ് ബെൽറ്റ് ഇട്ടു. അതിനുശേഷം ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുക്കുക. അപ്പൊ നമ്മൾ ക്ലച്ച് ചവിട്ടി നല്ല രീതിയിൽ നമ്മൾ ഫുള്ളായിട്ട് ക്ലച്ച് ചവിട്ടിയാൽ മാത്രമേ ഗിയർ വീഴത്തുള്ളൂ. നല്ല ക്ലച്ച് ചവിട്ടി എന്ന് ഉറപ്പ് വരുത്തി ഗിയർ കൊടുക്കുക. ഗിയർ കൊടുത്തതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക. ഈ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് നമ്മൾ വണ്ടി ഇപ്പൊ നമ്മുടെ വണ്ടിക്കത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ മിററിൽ നോക്കി വണ്ടി എടുക്കാന്നുള്ളതാണ്. അല്ല ഇൻഡിക്കേറ്ററിലുള്ള കാര്യം. മിററിൽ നോക്കുമ്പോൾ ബൈക്കിൽ നിന്ന് വരുന്ന വണ്ടി നമ്മുടെ സൈഡായിട്ട് നമ്മൾ മിററിൽ നോക്കി വണ്ടി എടുക്കണം. എവിടെ കിടക്കുന്ന ഒരു വണ്ടി മിററിൽ നോക്കി വണ്ടി എടുക്കാനാണ് നമ്മൾ ശീലിക്കേണ്ടതും പഠിക്കേണ്ടതും. അല്ലാതെ ഒരു ഇൻഡിക്കേറ്റർ ഇടാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ ഇൻഡിക്കേറ്റർ കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി എടുക്കാൻ കഴിയത്തില്ല. കാരണം ബൈക്കിൽ നിന്ന് വരുന്ന വണ്ടിക്കാണ് മുൻഗണന. അപ്പൊ നിങ്ങൾ മിററിൽ നോക്കി വണ്ടി ഇല്ലെന്ന് ഉറപ്പ് വരുത്തി നമുക്ക് ബ്രേക്ക് നിങ്ങൾ പതിയെ എടുത്ത് നോക്കണം. കാരണം നമ്മളെല്ലാം പഠിച്ചു വരുന്നത് ഹാഫ് ക്ലച്ച് എന്ന് പറഞ്ഞൊരു സംഭവമില്ല സത്യത്തിൽ. ബൈറ്റിംഗ് പോയിന്റ് എന്നാണ് പറയേണ്ടത്. പക്ഷെ നമ്മളെല്ലാം ഹാഫ് ക്ലച്ച് നമ്മൾ പറയാറുണ്ട്. അപ്പൊ നമ്മൾ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് ഇവിടെ ആ പകുതിക്കാണ് ബൈറ്റിംഗ് പോയിന്റ്. അപ്പൊ പകുതി വരുന്നതാണ് ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ അവിടെ ബൈറ്റിംഗ് പോയിന്റിലാക്കിയിട്ട് നിങ്ങൾ ഹാഫ് ക്ലച്ച് ആക്കി ഇങ്ങനെ ബ്രേക്ക് ഒന്ന് മാറ്റി ആസിഡ് കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ ബ്രേക്കിലിരിക്കുന്നു, ക്ലച്ചിനും ബ്രേക്കിലും കാലിലിരിക്കുന്നു, നമ്മൾ ഗിയർ ഇട്ടുണ്ട്. അപ്പൊ നമ്മൾ പതിയെ ബ്രേക്കിൽ നിന്ന് മാറി നോക്കുന്നു. ബ്രേക്കിൽ നിന്ന് മാറുമ്പോൾ മുൻപോട്ടും ഇല്ല ബാക്കിലേക്കും ഇല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാം അത് നിരപ്പത്ത് കിടക്കുന്ന വണ്ടിയാണ്. പിന്നെ നമുക്ക് അവിടെ ഹാഫ് ക്ലച്ച് ആക്കേണ്ട ബൈറ്റിംഗ് പോയിന്റ് ആക്കേണ്ട കാര്യമൊന്നും ഇല്ല. ബ്രേക്കിൽ നിന്ന് മാറുന്നു, ക്ലച്ചിൽ നിന്നും മെല്ലെ എടുക്കുന്നു. ഇത് കണ്ടല്ലേ. ഇതേപോലെ നിങ്ങൾ എടുത്തോണ്ട് ഓടരുത് ഒരു കാരണവശാലും ക്ലച്ച് തന്നെ. ഈ ക്ലച്ച് എടുത്തോണ്ട് ഓടുന്നത് കൊണ്ടാണ് എന്ത് വണ്ടി ഇടിച്ച് ഓഫായി പോകുന്നത്, തെറിച്ചു പോകുന്നതെല്ലാം കാരണം. അപ്പൊ നമ്മളെ ക്ലച്ച് നമ്മൾ സ്വല്പമെങ്കിലും നമ്മുടെ കാലത് ഇരിപ്പുണ്ടോ നമ്മൾ എടുത്ത് തീർന്നിട്ടില്ല, എടുക്കുന്നതേ ഉള്ളൂ, ഓടിക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പൊ നമുക്ക് തിരിഞ്ഞു പോകേണ്ട ഒരു സ്ഥലത്തേക്കാണെങ്കിലും നമ്മള്
നമ്മുടെ ക്ലച്ച് എടുത്തോണ്ട് ഓടാതെ നമുക്ക് സ്പേസ് കിട്ടുന്നതിനനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യാവൂ നമ്മൾ എടുക്കാം. ഇപ്പൊ നമ്മൾ ഇതുപോലെ റോഡിലോട്ട് കയറുന്നു, എന്ത് ചെയ്യുന്നു, രണ്ട് സൈഡിൽ നോക്കി വണ്ടി ഇല്ലെന്ന് കണ്ടു. അപ്പം ഈ ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ നമ്മുടെ വണ്ടി ആക്കുക. ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ വണ്ടി ആക്കി നമ്മൾ വണ്ടി നേരെയാണെന്ന് ഉറപ്പ് വന്ന് കയ്യിൽ നിന്ന് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല എന്ന് ഉറപ്പ് വന്നതിന് ശേഷം സ്വല്പം ആക്സിലേറ്റർ കൊടുക്കുക, ആക്സിലേറ്റർ മാറ്റുക, ക്ലച്ച് ചവിട്ടുക, സെക്കൻഡ് ഗിയർ കൊടുക്കുക. ഇതേപോലെ. അപ്പൊ നമ്മൾ ഈ ഗിയറുകൾ ഇടുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും സ്റ്റിയറിംഗിൽ ബലം കൊടുക്കരുത്. ബലം കൊടുക്കാതെ തന്നെ വേണം എന്ത് ചെയ്യാൻ നിങ്ങൾ ഗിയർ ഇടാൻ. നമുക്കിപ്പം ഒരു നടക്കുന്ന സ്പീഡ് ഉണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് ഗിയർ തന്നെ പോകാം. അല്ലാതെ സെക്കൻഡ് ഗിയറിന് ഇത്ര സ്പീഡോ ഇത്ര ഇതൊന്നും വേണമെന്നൊന്നുമില്ല. ഇപ്പൊ നമ്മളിപ്പം ഈ വണ്ടി ഓടിച്ചോണ്ട് പോകുന്ന സമയത്ത് നമുക്ക് ആക്സിലേറ്ററിൽ ഏത് ഗിയറിലാണെങ്കിലും ഒരു 3-4 പേപ്പറിന്റെ കണത്തിൽ ഇരിക്കാം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വണ്ടി കിടക്കുന്ന സമയത്ത് പേടി തോന്നുന്നത്. അപ്പൊ നമ്മൾ സ്വല്പം ഒരു ഗ്യാപ്പ് ഇട്ട് വേണം എന്ത് ചെയ്യാൻ ലെഫ്റ്റ് സൈഡിലെ വണ്ടി കയറിയിട്ട് ഓടിക്കാൻ. ഇപ്പൊ ഒരു ജംഗ്ഷനിലോട്ട് എത്തി, ഈ ജംഗ്ഷനിൽ എത്തിയിട്ട് ലെഫ്റ്റ് തിരിഞ്ഞ് റൈറ്റ് ആണ് തിരിയേണ്ടത്. അപ്പൊ നമുക്ക് ലെഫ്റ്റും റൈറ്റും നമ്മൾ ശ്രദ്ധിക്കണം. ആ എൻഡിൽ കൊണ്ട് നിർത്തിയിട്ട് ആദ്യം റൈറ്റിലേക്ക് നോക്കണം വണ്ടി ഉണ്ടോന്ന്. അത് കഴിഞ്ഞ് ലെഫ്റ്റിലേക്കും നോക്കണം. അവിടെ കൊണ്ട് നിൽക്കുന്ന വണ്ടിയാണോ അവിടെ നിർത്തിക്കൊണ്ട് നിങ്ങൾ ഫസ്റ്റ് ഇടാൻ മറന്നു പോരുത്. കാരണം വണ്ടി നിന്ന് കഴിഞ്ഞാൽ എടുക്കുമ്പോൾ ഫസ്റ്റിൽ തന്നെ എടുക്കാൻ കഴിയത്തുള്ളൂ. എന്നിട്ട് നമ്മൾ നോക്കണം റൈറ്റ് സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ, ലെഫ്റ്റ് സൈഡിൽ നിന്ന് വണ്ടി വരുന്നു. ഇല്ലെങ്കിൽ നമ്മൾ പതിയെ ബ്രേക്കാന്ന് മാറ്റി കളിച്ചാൽ മെല്ലെ എടുക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് റൈറ്റ് തിരിയേണ്ട. നമ്മളിപ്പോ ഇങ്ങോട്ട് കയറ്റി അങ്ങോട്ട് വെക്കുക. നമുക്ക് ഫ്രണ്ടിൽ തടസ്സമാണോ നിർത്തി വെക്കുക. ഫ്രണ്ടിൽ തടസ്സമാണോ നിർത്തി വെച്ച് കഴിഞ്ഞാൽ അവർക്കും പോകാൻ തടസ്സമാണെന്നെങ്കിൽ അവർ നിർത്തി തരും. അന്ന് നമുക്ക് പോകാൻ പറ്റും. പിന്നെ നമ്മുടെ സ്പേസ് എല്ലാം നമുക്ക് കറക്റ്റ് ആണ്. നമുക്ക് ഫ്രണ്ടിൽ വണ്ടികളില്ല, അതുപോലെ തന്നെ നമുക്ക് സ്ട്രെയിറ്റ് ആണ്, വണ്ടി അധികം തിരിവില്ല, നമുക്ക് ഫ്രണ്ട് കാണാം, നമ്മുടെ കൈ തന്നെയാണ് വണ്ടി. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാവും അടുത്ത ഗിയർ കൊടുക്കുക. ഇപ്പൊ നമുക്ക് സ്പേസ് ഉണ്ട്, നമ്മൾ ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ കൊടുത്തു. അപ്പൊ നമ്മൾ സെക്കൻഡ് ഗിയർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, വെപ്രാളം തിരുത്തി ഒന്ന് വെച്ച് സ്റ്റിയറിംഗ് ബലം കൊടുക്കുക ചെയ്തത്. അപ്പൊ നമുക്ക് പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ്. ഈ ലെഫ്റ്റ് സൈഡ് നമ്മൾ എപ്പോഴും ചെറിയ ഒരു സ്പേസ് നമുക്ക് ഗ്യാപ്പ് ഇട്ടേക്കണം. സ്പേസ് ഗ്യാപ്പ് ഇട്ടോണ്ട് വേണം ഞാൻ റോഡിനകത്ത് നിന്ന് നമ്മൾ സ്പേസ് ഇട്ടോണ്ട് വേണം നമ്മുടെ വണ്ടി ഓടിക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഇതുപോലെ ഒരു ഓവർടേക്ക് ചെയ്യുന്ന വണ്ടി ഇങ്ങനെ പലർക്കും പേടിയാണ്, എന്റെ വണ്ടിയിൽ ഇപ്പൊ തട്ടുമെന്നുള്ള പേടി. നിങ്ങൾ എന്തുകൊണ്ടാണ് തട്ടാൻ കാരണം തോന്നുന്നത്? നിങ്ങൾ ആ വണ്ടിയോട് ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ മിററിൽ തട്ടിയിട്ടല്ല ആ വണ്ടി പോയത്. കാരണം ആ മിറർ നമ്മുടെ ഇരിക്കുന്ന ഇവിടെ ബോഡിയുടെ വെളിയിലായിട്ട് ഒരടി ഗ്യാപ്പിലാണ്. അപ്പൊ അത്രയും ഗ്യാപ്പ് എടുത്തോണ്ടാണ് എന്ത് വണ്ടി പോയത്. അപ്പൊ നമ്മുടെ മിറർ തട്ടിക്കളഞ്ഞാൽ പോലെ നമ്മുടെ വണ്ടിയുടെ ബോഡിയായിരുന്നു മുട്ടുകയില്ല. അപ്പൊ നമ്മള് ഒരു കാരണവശാലും എന്ത് ചെയ്യണ്ട, നിങ്ങൾ അങ്ങോട്ട് ആ വണ്ടിയുടെ ശ്രദ്ധിക്കണം. അത്രയും ഗ്യാപ്പ് എടുത്തോണ്ട് പോയ വണ്ടി ആ കയറി പോകുമ്പോഴും അതേ ഗ്യാപ്പിൽ തന്നെ ആയിരിക്കും മുമ്പോട്ടും പൊക്കോണ്ടിരിക്കുന്നത്. നിങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ തട്ടുന്നതായിട്ട് തോന്നുന്നത്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ആക്സിലേറ്റർ അധികം കൊടുക്കുക. നിങ്ങൾക്ക് സ്പേസ് ഉള്ള സ്ഥലത്ത് എന്ത് ചെയ്യുക, ആക്സിലേറ്റർ മാറ്റുക, ക്ലച്ച് ചവിട്ടി കൊടുക്കുക. ക്ലച്ച് ചവിട്ടിക്കൊണ്ട് നമ്മുടെ സൈഡ് ഒന്ന് ചേർത്ത് നിർത്തുക. കണ്ടോ, ഇതേപോലെ സൈഡ് ചേർത്ത് നിർത്തിയിട്ട് നിങ്ങൾ ന്യൂട്രാക്കണം. പെട്ടെന്ന് തന്നെ ന്യൂട്രാക്കിയിട്ട് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുക. ക്ലച്ചിൽ നിന്ന് കാലെടുത്തിട്ട് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലച്ച് ചവിട്ടുക, ഫസ്റ്റ് ഗിയർ വീണ്ടും കൊടുക്കുക, നമ്മൾ റൈറ്റ് സൈഡിലെ മിററിൽ നോക്കുക. അപ്പൊ നമുക്ക് എടുക്കാനും നിർത്താനും അതുപോലെ തന്നെ നമ്മുടെ സൈഡ് ആണെന്നുള്ള മനസ്സിലാക്കി നമുക്ക് പേടി കൂടാതെ നമുക്ക് ഇതുപോലെ ചെയ്യാം. ഇപ്പൊ റൈറ്റ് സൈഡിൽ വണ്ടിയില്ലെന്ന് കണ്ടില്ലേ, വണ്ടി എടുത്തു. എന്നിട്ട് നമ്മുടെ സൈഡിൽ തന്നെയാണ് നമ്മൾ വീല് നമ്മൾ നേരെ ആകാതെ നമ്മുടെ വണ്ടി റോഡിൽ നമുക്ക് കൃത്യമായിട്ട് കാണാം, നമ്മുടെ സ്പേസ് കാണാം. നിങ്ങൾ ചെയ്ത് അടുത്ത ഗിയർ കൊടുക്കാൻ വേണ്ടി നമുക്കപ്പോ സ്പേസ് ഉണ്ട്, നമുക്ക് റോഡിൽ ഫ്രണ്ട് കാണാം കൃത്യമായിട്ട്. എന്റെ സൈഡിൽ തന്നെയാണ് സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഉറപ്പ് വരിക. ആക്സിലേറ്റർ മാറ്റുക, ക്ലച്ച് കൊണ്ട് സെക്കൻഡ് ഗിയർ ഇതുപോലെ കൊടുത്താൽ നമുക്ക് ഇതുപോലെ തന്നെ എടുക്കുക. അപ്പൊ ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി അതിയായ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇതൊരു 1 ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടുപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് പ്രാക്ടീസ് പോലെ പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കുന്നത്. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം 75-80 വയസ്സുള്ള അപ്പച്ചന്മാരും ഓടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ലൈസൻസ് കൈവച്ച് വാഹനം ഓടിക്കാൻ പേടിച്ചെന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമാണ്, എന്റെ ജില്ല തന്നെ കാരണം ഇപ്പോഴും പലരും വിളിച്ചു ചോദിക്കും എന്റെ ജില്ല ഏതാണ്. നിങ്ങൾ കേരളത്തിലാണോ, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ നിങ്ങളിപ്പം കാസർഗോഡ് മുതൽ അങ്ങേയറ്റമായ കാസർഗോഡ് തിരുവനന്തപുരം വരെ ജില്ലയിൽ കേരളത്തിന്റെ ഇടയിലുള്ള ഏത് ജില്ലയിലാണെങ്കിലും നിങ്ങളുടെ സ്വന്തം വാഹനം വന്ന് ഞാൻ പ്രാക്ടീസ് ആണ്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സൈഡ് കിട്ടുന്ന സമയത്ത് സൈഡ് കിട്ടാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, റോഡിനെ നടുക്കൊണ്ട് നിർത്തരുത്. കാരണം നമ്മൾ ഈ സൈഡ് നോക്കി നിർത്തുന്നതാണ് നമ്മുടെ സൈഡ് ആകാത്ത. നമ്മൾ ആ ഫ്രണ്ടിലേക്ക് തന്നെ കണ്ടില്ലേ, ഇപ്പൊ ആ ഫ്രണ്ടിലേക്ക് തന്നെ കൊണ്ട് നമ്മുടെ സൈഡ് ചേർത്ത് നിർത്താൻ വേണ്ടി പോവാം. അപ്പൊ ആ ഫ്രണ്ട് തന്നെ കൃത്യമായിട്ട് ചേർന്ന് വന്നു ഉറപ്പ് വന്നതിന് ശേഷം എന്ത് ചെയ്യാവും നിർത്താൻ. ആ ഫ്രണ്ട് കറക്റ്റായിട്ട് അത്രയും വന്നു, അതിനുശേഷം സ്വല്പം ഒന്ന് വലത്തേക്ക് ആക്കി കേട്ടാ. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ആ വണ്ടിയുടെ ഫ്രണ്ടും കറക്റ്റായിട്ട് നിർത്തി ബാക്കും കറക്റ്റായിട്ട് ഇത് കണ്ട ഇതേപോലെ ചേർന്ന് നമുക്ക് വണ്ടി നിർത്താൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യും,
നിങ്ങൾ ഇപ്പൊ അവിടെ നിന്ന് വന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് നോക്കി നിങ്ങൾ എന്ത് ചെയ്യും, നിർത്തും, സൈഡ് ചേർന്നോ. അങ്ങോട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ വലത്തോട്ട് അങ്ങ് തിരിക്കും. ഈ വലത്തോട്ട് തിരിക്കുമ്പോൾ അങ്ങോട്ട് പോകും, വണ്ടിയുടെ ഫ്രണ്ട് വലത്തോട്ടും പോകും, ബാക്ക് ഒന്നിൽ സൈഡ് കയറി ഇങ്ങോട്ട് കിടക്കും. അതേപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ടിലോട്ട് നോക്കി എന്ത് ചെയ്യും, നിങ്ങൾ ഇങ്ങോട്ട് അങ്ങോട്ട് വെക്കും. അവിടെ കറക്റ്റ് ആയതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് നിർത്തും. ബാക്കി അങ്ങോട്ട് കിടക്കുക, വൈഡായിട്ട് റോഡിലോട്ട് കിടക്കും. അതുകൊണ്ടാണ് വണ്ടി നേരെയാകാതെ വരുന്നത്. അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും വണ്ടി നിർത്തുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്, സൈഡ് നോക്കി സൈഡ് ചേർത്ത് നിർത്തരുത്. നമ്മൾ ഫ്രണ്ടിലെ ഭാഗം തന്നെ നോക്കി തന്നെ നിർത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് വണ്ടി നിർത്താൻ കഴിയും. വീണ്ടും ഇപ്പൊ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടി പിന്നെ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഗിയർ തന്നെ അന്ന് ഉറപ്പ് വരുത്തണം. ഒന്ന് ന്യൂട്രാക്കി നോക്കണം. നിങ്ങൾ ഈ ഫസ്റ്റ് ഇട്ടിരുന്ന ഫസ്റ്റ് ആണോ നോക്കരുത്. ന്യൂട്രാക്കിയിട്ട് വീണ്ടും സൈഡ് ചേർത്തിട്ട് ഫസ്റ്റ് വീഴും. എന്നിട്ട് നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുക, മിററിൽ നോക്കണം വണ്ടി ഉണ്ടോ ഇല്ലെന്ന്. കാരണം നമുക്ക് ബാക്കി നോക്കാതെ എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ മിററിൽ നോക്കി വണ്ടി ഇല്ലെന്ന് ഉറപ്പ് വരുത്തി എന്ത് ചെയ്യുക, നിങ്ങൾ ബ്രേക്ക് ഒന്ന് പതിയെ എടുത്ത് നോക്കുക. വണ്ടി മുന്നോട്ട് ബാക്കോട്ട് ഇല്ലെങ്കിൽ ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുക. അതായത് ഇതുപോലെ തന്നെ കൃത്യമായിട്ട് എടുക്കാം. ഇനിയിപ്പം നമുക്ക് മുൻപോട്ട് പോയി ഒന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് വണ്ടി കറക്റ്റ് ആയിട്ട് നമുക്ക് തിരിക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഇതല്ല നമ്മളിപ്പോ തിരിക്കാൻ വേണ്ടി പോകും. അപ്പൊ നമുക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ വണ്ടി എന്ത് ചെയ്യാം, മുന്നോട്ട് നമുക്ക് കൃത്യമായിട്ട് മുന്നോട്ട് വന്നതിന് ശേഷം ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ ഇങ്ങോട്ട് വന്നതിന് ശേഷം നമ്മുടെ ഈ ഫ്രണ്ടിനെ അങ്ങോട്ട് അടുപ്പിച്ച് കഴിയുമ്പോൾ തന്നെ വണ്ടി മൂല ചേർന്ന് കഴിയുമ്പോൾ അവിടെ നിർത്തി കൊടുക്കുക. എന്നിട്ട് റിവേഴ്സ് ഗിയറും കൊടുക്കുക. റിവേഴ്സ് ഗിയർ കൊടുത്തതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ട് ലെഫ്റ്റിലേക്ക് ഒടിക്കുകയാണ്. കാരണം നമ്മുടെ വണ്ടിയുടെ ബായ്ക്ക് അങ്ങോട്ട് ഒടിഞ്ഞ് വരാനുള്ളത്, അങ്ങോട്ടാണ് കയറാനുള്ളത്. അപ്പൊ നമ്മൾ ഗിയർ മാത്രം മാറിക്കൊണ്ട് എന്ത് ചെയ്തില്ല, വണ്ടി വരുന്നില്ല. എന്നിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുക, മിററിൽ നോക്കിക്കൊണ്ട് തന്നെ ബ്രേക്കിന്ന് പതിയെ എടുത്ത് നോക്കുക. ബാക്കിലോട്ട് മുന്നോട്ട് ഇല്ലെങ്കിൽ ക്ലച്ച് പതിയെ എടുക്കുക. അപ്പൊ ക്ലച്ച് എടുത്തുകൊണ്ട് ഓടരുത്. ക്ലച്ച് എടുക്കുമ്പോൾ റിവേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സ്പീഡാണ്. അപ്പൊ ക്ലച്ച് എടുത്തോണ്ട് ഓടാതെ ക്ലച്ച് പതിയെ എടുക്കുക കേട്ടോ. പതിയെപ്പടി എടുത്തിട്ട് നമ്മുടെ ബായ്ക്ക് മൂല അവിടെ എത്തുന്നിടം വരെ ബാക്കിലേക്ക് വേണം. നമ്മുടെ മിററിൽ കാണണം ആ മൂല കണ്ട, അത് നമ്മുടെ മിററിൽ കാണണം. കണ്ടില്ലേ, ആ മൂല കണ്ടു കഴിഞ്ഞാലേ വണ്ടി നേരെ ആകത്തുള്ളൂ. അവിടെ കറക്റ്റായിട്ട് കണ്ടോ വണ്ടി നേരെയാന്ന് അർത്ഥം. അവിടെ നിർത്തിക്കൊണ്ട് എന്ത് ചെയ്യാം, നിർത്തിക്കൊണ്ട് വീല് നമ്മൾ സ്ട്രെയിറ്റ് ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ വീല് സ്ട്രെയിറ്റ് ആക്കി കൊടുക്കുന്ന ഗിയർ നമ്മൾ മാറിക്കൊടുക്കുക. അപ്പൊ നമുക്ക് തിരിച്ച് അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പൊ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഭാഗത്തേക്ക് നോക്കണം, നമ്മൾ ഈ ഭാഗത്തേക്കാണ് നോക്കേണ്ടത്. നിങ്ങൾ ഒരു കാരണവശാലും അങ്ങോട്ട് നോക്കരുത്. അങ്ങോട്ട് നോക്കുന്നതാണ് വണ്ടിയുടെ ഫ്രണ്ട് അങ്ങോട്ട് പോകുന്നത്. നമ്മൾ ഈ ഭാഗത്തേക്ക് നോക്കി എന്ത് ചെയ്യുക, അങ്ങോട്ട് എടുക്കുക. കണ്ടില്ലേ, അപ്പൊ എടുത്തോണ്ട് ഓടരുത്. നിങ്ങൾ ഒരുപാട് നിങ്ങൾ സ്റ്റിയറിംഗ് തിരിച്ചും വെക്കണം. നിങ്ങൾ വരുന്നതിനനുസരിച്ച് മാത്രം ഓടിച്ചോടിച്ചു കൊടുക്കുക. നമ്മുടെ സെന്റർ ഭാഗം ഈ റോഡിന്റെ അകത്തേക്ക് ആകുന്നതിനനുസരിച്ച് നമ്മൾ വീല് നിവർത്തി കൊടുക്കണം. എന്നാൽ മാത്രമേ വണ്ടി വൈഡ് അങ്ങോട്ട് പോകാതെ ഇങ്ങോട്ട് വരത്തുള്ളൂ. അങ്ങോട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ടായി അതിനനുസരിച്ച് എന്ത് ചെയ്യുക, നമ്മൾ ഇങ്ങോട്ട് ആക്കി കൊടുക്കണം. അല്ലെങ്കിൽ വണ്ടിയുടെ ഫ്രണ്ട് എങ്ങോട്ട് പോകും, റൈറ്റോട്ട് പോകും. കണ്ടാ, കൃത്യമായിട്ട് നമ്മുടെ സൈഡ് ചേർന്ന് തന്നെ നമുക്കൊരു വണ്ടി തിരിച്ച് നമുക്ക് ഇതുപോലെ വണ്ടി എടുക്കാനും കഴിയും. അപ്പൊ പിന്നെ നിങ്ങൾ ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു തിരക്കില്ലാത്ത വലിയ വളവുകളില്ലാത്ത റോഡിലൊക്കെ ഇങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് ആ ഗിയറുകളൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് നിങ്ങൾക്ക് വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൈ തന്നെയാണ് വണ്ടി ഉറപ്പ് വരുത്തി നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യുക, ഇതുപോലെ വണ്ടികൾ തിരിക്കാനും എടുക്കാനും അതുപോലെ തന്നെ റോഡിലൂടെ പേടി കൂടാതെ എന്ത് ചെയ്യാം, ഇതുപോലെ ഓടിക്കാനല്ല. നിങ്ങൾ കയറി ഇരിക്കുമ്പോഴേ 5ാമത്തെ ഗിയർ 4ാമത്തെ ഗിയർ ആലോചിക്കുന്നതുകൊണ്ടാണ് ഫസ്റ്റ് ഗിയറിൽ പോലും ഒരു വണ്ടി എടുക്കാൻ പോലും കഴിയാതെ വരുന്നത്. നമ്മുടെ കൈക്കും കാലിനും ഒരു ബലവും, അതായത് ബലം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ നടക്കാൻ ശേഷിയായി കഴിയുമ്പോൾ നമ്മൾ സ്പീഡ് നടക്കുന്ന പറഞ്ഞതുപോലെ നമുക്ക് കൈക്കും കാലിനും എന്ത് ചെയ്യാം, സ്പീഡപ്പ് കിട്ടുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നത്, നമുക്ക് പെട്ടെന്ന് ഗിയർ ഇടാം. അല്ലാതെ നമുക്ക് കൈക്കും കാലിനും ശേഷിയില്ലാത്ത ഒരാളെ കൊണ്ട് നടക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഗിയർ ഇടാൻ പറ്റത്തില്ല. അപ്പൊ കൂടിയിരിക്കുന്ന ഒരാൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് പറയുമ്പോൾ ആ സമയത്ത് നമ്മുടെ കൈക്കും കാലിനും ബലമില്ലാത്തതുകൊണ്ടാണ് എന്ത് ചെയ്തത്, നമുക്ക് ഇടാൻ പറ്റാതെ വരുന്നത്. അല്ലാതെ അവര് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു ഗിയർ ഇടാനേ കഴിയുന്നില്ല. അപ്പം അവര് നമ്മുടെ കൈക്കിന്ന് വിട്ടു ഓടി വരാൻ പറഞ്ഞാൽ നമുക്കിപ്പം ശേഷിയിൽ നമുക്ക് ഓടി വരാൻ പറ്റുമോ, നമ്മൾ അവിടെ തന്നെ വീഴും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ തന്നെ എന്ത് ചെയ്യണം, ആ ഫസ്റ്റിലും സെക്കൻഡിലും ഓടിച്ച് ആ കൈയും കാലിനും വഴക്കം വരുമ്പോൾ നമ്മൾ തന്നെ എന്ത് ചെയ്തോളും, ഇതുപോലെ ഓരോ ഗിയറുകൾ മാറി നമ്മൾ തന്നെ പേടി കൂടാതെ റോഡിലൂടെ നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കാണിച്ചതും പറഞ്ഞു തന്നതും ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായി നിങ്ങൾ ഇത് മുഴുവനായിട്ട് കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തോരം സംശയങ്ങളുണ്ടെങ്കിൽ അത് കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്തി. ഞാൻ നിങ്ങൾക്ക് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. ഇതന്നെ ആരും കളിയാക്കോ, ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരും സംശയം ചോദിച്ചാൽ കളിയാക്കോ, നിങ്ങൾ അങ്ങനെയൊന്നും വേണ്ട. എന്റെ ചാനലിൽ വന്ന് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ട്, ഡ്രൈവിംഗ് സംബന്ധമായിട്ട് എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തോരം യൂസ്ഫുൾ ആയെന്നുള്ളതും അല്ല ഇന്നൊരു വീഡിയോ ചെയ്യുന്ന കമന്റ് മെസ്സേജ് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. എന്തോരം യൂസ്ഫുൾ ആണെന്നുള്ളത് കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ.